നവഗ്രഹങ്ങളും ചമതകളും മൂർത്തികളും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാജേഷി നമ്മളിപ്പോൾ ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഹോമം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരുമേനിയെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നു, ഓഫീസിലേക്ക് വിളിക്കുന്നു, ചെയ്യുന്നു. ഇപ്പോൾ അത്തി ചിത്തി പേരാൽ എന്നൊക്കെ പറയുന്ന പോലെ കുറേ ചില പൂജാരിമാർ ഇതിനെ കെട്ടി ആ ഒരു കാണുന്ന രീതിയിൽ വച്ച് ഭയങ്കരമായി നമുക്ക് ഒരു ജാതകൻ അല്ലെങ്കിൽ സാധകനെ ത്രസിപ്പിക്കുന്ന രീതിയിൽ ചെയ്യും. ചില ആൾക്കാർ അതെങ്ങനെയെങ്കിലും കഴിച്ചിടും, അവർ കാര്യം നടത്തി തരും. അപ്പോൾ ഈ ഓരോ പൂജയ്ക്കും ഓരോ രീതിയിലുള്ള ചമതകളാണല്ലോ. അപ്പോൾ ഈ നവഗ്രഹത്തിൻ്റെ ഈ ഏതൊക്കെ ചമതയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വ്യക്തമാക്കാമോ? അത് പറയാനുള്ള കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലോ കേരളം വിട്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈ ചമതകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ മലയാളി ഫാമിലിയാണ് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളി പൂജാരി അവർ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നായിരിക്കും പൂജ ചെയ്യുക. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വർഷത്തിൽ എൻ്റെ വീട്ടിൽ ഈ പൂജ ചെയ്യണം എന്നുള്ളത്. ആ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ തിരിച്ചടി 100% അവർക്ക് തന്നെ കിട്ടുമായിരിക്കാം. പക്ഷെ എന്നാലും ഒരു തിരിച്ചറിവിന് വേണ്ടി ഇത് ചിലപ്പം വളരെ ഉപയോഗമായിരിക്കും ഈ ഒരു സംഭാഷണം. അതായത് ഇതിനൊരു ഒരു പ്രമാണമുണ്ട്. ഓക്കെ. അർക്കശ്ച ഖദിരശ്ചൈവ ഉദുംബരപലാശകവും അപാമാർഗ തദാശ്വദ്ധ ശമി ദുർവ കുശാക്രമാൽ എന്ന് വെച്ചാൽ സൂര്യന് എരിക്ക്, ഓക്കെ, ചന്ദ്രന് പ്ലാശ്, ബുധന് കടലാടി, ശുക്രന് അത്തി, ചൊവ്വയ്ക്ക് കരിങ്ങാലി, വ്യാഴത്തിന് അരയാൽ, രാഹുവിന് കറുക, കേതുവിന് കുശ. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചമത പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രത്യംഗിര ഹോമം കഴിക്കണം. അപ്പോൾ ആ ദേവതയ്ക്ക് ഏത് ഗ്രഹമായിട്ടാണ് ബന്ധം? ചൊവ്വയായിട്ടാണ് ബന്ധം. അപ്പം നിർബന്ധമായിട്ടും കരിങ്ങാലി ചമത ഉണ്ടായിരിക്കണം. അപ്പം ബുധൻ ഒരു സുദർശന ഹോമം അല്ലെങ്കിൽ ഒരു ധന്വന്തരി ഹോമം കഴിക്കണമെങ്കിൽ അവതാരമൂർത്തിയാണ് വിഷ്ണുവിൻ്റെ. അതുകൊണ്ട് തന്നെ ബുധനുമായി ബന്ധമുള്ളത് കൊണ്ട് ബുധൻ്റെ കടലാടി നിർബന്ധമായിട്ടാണ്. ഓക്കെ, അടിസ്ഥാനം കടലാടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഉമാമഹേശ്വര ഹോമം കഴിക്കണം, അല്ലെങ്കിൽ ഒരു പഞ്ചാക്ഷര ഹോമം കഴിക്കണം. ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ദ്രവ്യം, ആ ദേവത ഏതാന്ന് നോക്കിയാൽ ആ ദേവത സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്, ശിവനാണ്. അപ്പോൾ അവിടെ എരുക്ക് നിർബന്ധമാണ്. എന്തെങ്കിലും തരത്തിലുള്ള രാഹുവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയുടെ ഹോമം വരുവാണെങ്കിൽ അവിടെ കറുക നിർബന്ധമാണ്. ഓക്കെ. കേതുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഹോമം വരുമ്പോൾ അവിടെ കുശപ്പുല്ല് നിർബന്ധമായിട്ട് എടുക്കും. അപ്പം നീചചാമുണ്ഡി വിഭാഗത്തിൽപ്പെടുന്ന രക്തേശ്വരി പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന ദേവതയ്ക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തൊക്കെ ഈ കുശ നിർബന്ധമാണ്. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ ഒരു 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 മഹാവിഷ്ണുവിനൊരു ഹോമം കഴിയണം. അങ്ങനെയാണ് അരയാലാണ് വേണ്ടത്. ഓക്കെ. ഇത് ഒരു പ്രമാണ സഹിതം ഇതിൽ ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പം ഇത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പുസ്തകം നോക്കാണ്ട് തന്നെ ചമതകളെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ ശുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയം എവിടെ ഉണ്ടാവുന്നോ അവിടെയെല്ലാം അത്തി ഇത്തി അരയാല് പേരാല് നിർബന്ധമായിട്ട് വേണം. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവാനോ രോഗശമനത്തിനായിട്ടോ കഴിക്കുന്ന വൈഷ്ണവമായിട്ടുള്ള ഹോമങ്ങളാണെങ്കിൽ അവിടെ നെല്ലിക്ക വേണം. ധന്വന്തരി ഹോമം നെല്ലിക്ക ഉണ്ടാവും. മൃത്യുഞ്ജയ ഹോമത്തിന് അങ്ങനെയല്ല. മൃത്യുഞ്ജയ ഹോമത്തിന് കൂട്ടുമൃത്യുഞ്ജയ എന്നാണ് സാധാരണ പറയുക. അത് വള്ളി മീൻസ് ചിറ്റമൃതിൻ്റെ വള്ളി, മൊട്ട് പേരാലിൻ്റെ മൊട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം. 7 ദ്രവ്യങ്ങൾ വന്നില്ലേ? ഈ 7 ദ്രവ്യങ്ങൾ 144 വീതം ഹോമിക്കുമ്പോൾ 1008. അതാണ് മൃത്യുഞ്ജയ ഹോമം. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഓരോ ദ്രവ്യങ്ങളും ഓരോ ദേവതയായിട്ട് വരുന്ന ബന്ധം. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഈ ഹോമങ്ങളും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും 1-2 ഐറ്റംസ് മിസ്സായെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഒരു കേരളം വിട്ടുപോകുന്ന സമയങ്ങളിലുണ്ടാകുന്ന ഇതൊന്നും കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്നിപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷെ കിട്ടാൻ പറ്റാതെ വരികയാണെങ്കിൽ ആ തിരുമേനി ഇത് കൊണ്ടുപോയില്ല. അത് കോംപ്രമൈസ് ചെയ്യാൻ എന്തെങ്കിലും വഴി? നെയ്യ് കൊണ്ട് കഴിക്കാം. ശുദ്ധ ഹവിസം നെയ്യും. ഓക്കെ. നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു പരിധി വരെ എള്ളും പറ്റും. ശുദ്ധ ഹവിസ് നെയ്യ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ഹോമം കഴിക്കാം. ഇപ്പോൾ ഒരു സുദർശനഹോമം കഴിക്കണം, ചമതകൾ കിട്ടിയില്ലെങ്കിൽ പോലും ശുദ്ധമായ ഹവിസ് നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഏറ്റവും ലീസ്റ്റ് നെയ്യാണ്. ഒന്നുമില്ലെങ്കിലും നെയ്യ് കൊണ്ട് കഴിക്കാം. പക്ഷെ ഫലമൊക്കെ അതിനനുസരിച്ച് കുറയും. ഓരോ ദ്രവ്യങ്ങൾ എടുക്കുന്നതനുസരിച്ച് ഫലം കൂടും. ഇപ്പം സുദർശനഹോമമാണെങ്കിൽ കടലാടി ചമത ഹോമിക്കുന്ന പോലെ ആയിരിക്കില്ല കടുകും കൂടെ ചേർത്ത് ഹോമിക്കുമ്പോൾ. കടുക് ചേർത്ത് ഹോമിക്കുന്ന പോലെ ആവില്ല കുരുമുളക് ചേർത്ത് ഹോമിക്കുമ്പോൾ. അതിന് മുകളിലുണ്ട് ഇരുമ്പാണിയൊക്കെ ഹോമിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ മുള്ളാണിയൊക്കെ. ആണോ? എന്തിനു വേണ്ടിയാണ്? അവരുടെ തപസിന്റെ ബലം കൊണ്ട് അവർ ചെയ്യുന്നതാണത്. ഞാൻ ചെയ്യില്ല. പ്രത്യംഗിര ഹോമത്തിന് സാധാരണ കടുംബായസം ഹോമിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ രാമേട്ടനുണ്ട്. അദ്ദേഹം ആണെങ്കിൽ 2 പെട്ടിവണ്ടി നിറച്ചാ മുളക് ഹോമിക്കുന്നത്.
ആണല്ലേ? ചുവന്നുമുളക് ആ ആ ആ ഒരെണ്ണം കത്തി ആ പരിസരത്ത് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ഹോമിക്കുന്ന പ്രത്യങ്കിര ഹോമത്തിന് എത്ര പേരിരുന്നാലും ആർക്കും ചുമയൊന്നും വരില്ല. ആണല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസന. അദ്ദേഹത്തിന് തപസ്സിന്റെ ബലമാണത്. ഓക്കെ അത് ചെയ്ത് ശീലമാണ്. അത് ചെയ്ത് അതിലൊരു സിദ്ധിയുണ്ട്. ഓക്കെ അതുപോലെ തന്നെ അത് ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള ഹോമാചാര പദ്ധതികളോ ഒന്നും എല്ലാവരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല തന്ത്രി ഏറ്റവും നന്നായി ഹോമാചാരം ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കണ്ട. ആ അതെ 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 ക്രിയ ഏറ്റവും ലളിതമാക്കുന്ന ആളാണ് ഏറ്റവും നല്ല ആള്. കാരണം ശരിയാ വളയത്തെ കൂടെ ചാടി ചാടി വളയില്ലാണ്ട് ചാടാൻ ശീലിച്ച ആളായിരിക്കും. ശരിയാ ശരിയാ ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് മനസ്സിലായി. ഇതെന്തിനാണെന്ന് അറിയാമെങ്കിൽ അത് ഉപേക്ഷിക്കാം. ആ ഓക്കെ ആ ഒരു പ്രൊസീജിയർ ഉപേക്ഷിക്കാം. നമ്മളൊരു കാര്യം ഇപ്പം 3 കനല് ആ. എടുത്തിട്ട് നമ്മൾ കുണ്ടത്തിന് മുകളിൽ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ നെയ്യ് വെക്കും. ആ. അതായത് ആജ്യസ്ഥാലിയിൽ നെയ്യ് വെക്കും. അതെ ഉരുകുക എന്നുള്ള പർപ്പസിനാണത്. അതെ അപ്പോൾ ഉരുക്കിയ നെയ്യ് എടുത്ത് വെച്ചാൽ മതി. ഓ ഓ ഓ ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രൊസീജിയർ പല സാധനങ്ങളും നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അത് ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ഓക്കെ ആ അതായത് ഒരു എഴുതുമ്പോൾ നമ്മളൊരു പ്രോസസ്സായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ശരിയാ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വേണ്ട എന്നൊന്നും എഴുതാൻ പറ്റില്ല. ആ ആ ആ എഴുതുമ്പോൾ ഒരു പ്രോസസ്സായിട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് ചിട്ടയായിട്ട് പഠിച്ചു വരണമെങ്കിൽ പ്രോസസ്സ് ആവശ്യമാണ്. ശരിയാ ശരിയാ പക്ഷെ ആ പ്രോസസ്സ് ഈ ചിട്ടയായിട്ട് പഠിച്ചു വന്ന ഒരാൾക്ക് പ്രോസസ്സ് വയലേറ്റ് ചെയ്യാം. ആ ആ മനസ്സിലായി. ആ ആ അവരെ ഇതൊന്നും ബാധിക്കത്തില്ല. ആ ഓക്കെ കർമ്മങ്ങൾ കറക്റ്റായി ചെയ്തു പോയാൽ മതി. രാജേഷ്, ഇപ്പോൾ ഈ പല ആൾക്കാരും പല രീതിയിലുള്ള ഹോമങ്ങൾ ചെയ്യുമ്പോൾ ചണ്ഡിക ഹോമം ഏറെ വിഭിന്നമാണ്. ചണ്ഡിക ഹോമത്തിന് സാധാരണ രീതിയിലുള്ള മെറ്റീരിയൽ അല്ല, സാരി സമർപ്പണം ചെയ്യുന്നുണ്ട്, ഹോമിക്കുന്നുണ്ട്. അതൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? ചണ്ഡിയാഹോമം എന്ന് പറഞ്ഞാൽ ദുർഗാ സപ്തശതി അഥവാ ദേവി മഹാത്മ്യം ഓക്കെ ഗ്രന്ഥത്തിലെ 700 ശ്ലോകങ്ങളാണ്, 700 മന്ത്രങ്ങളാണ് ആഹൂതിയായിട്ട് കൊടുക്കുന്നത്. ശരി അപ്പോൾ അതിനു മുമ്പ് അവരവരുടെ പദ്ധതി അനുസരിച്ചിട്ട് ചണ്ഡികയെ ആവാഹിച്ച് പൂജിച്ച് പൂജ മുഴുമിപ്പിച്ചതിന് ശേഷമാണ്, നിവേദ്യം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചണ്ഡിയാഹോമം ചെയ്യുന്നത്. ചണ്ഡിയാഹോമത്തിൽ 9 കന്യകമാർക്ക് ദാനം കൊടുക്കുകയും സുവാസിനിയായിട്ടുള്ള, അത് വിവാഹിതയായിട്ടുള്ള ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് നമ്മൾ വസ്ത്രതാമ്പൂല സഹിതം ദക്ഷിണ ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ വിപുലമായി ചെയ്യാറുണ്ട്. ഓക്കെ അതല്ലാതെ വെറുതെ ചുരുക്കി ദേവിമാത്രത്തിൽ 700 ശ്ലോകങ്ങൾ ഒരാൾ വായിച്ചുകൊണ്ട് അജാഹൂതി കഴിക്കുന്ന പദ്ധതിയുണ്ട്. ഓക്കെ അപ്പം ഈ ഓരോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ദേവി മഹാത്മ്യത്തിൽ ഓരോന്നും മന്ത്രം തന്നെ. ഇപ്പം ദേവിയോ വാച എന്നൊരു അക്ഷരം, ഒരു വരി, അത് മന്ത്രമാണ്. ദേവി പറഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ പക്ഷെ അതുപോലും മന്ത്രമായിട്ടാണ് കൂട്ടുന്നത്. അപ്പൊ അതിന് പോലും ആഹൂതി ഉണ്ട്. ഓരോ അധ്യായങ്ങളും നമ്മൾ പാരായണം ചെയ്ത് തീരുമ്പോൾ ഒരു പൂർണ്ണാഹൂതി നമ്മൾ വസ്ത്ര താമ്പൂല ഫലസഹിതം സമർപ്പിക്കാറുണ്ട്. ചിലര് അതപ്പോ വസ്ത്രമൊന്നും കാണാറില്ല, ചിലർക്ക് അതൊരു താമ്പൂലം മാത്രം സമർപ്പിച്ചിട്ട് അവസാനം പൂർണ്ണാഹൂതിയുടെ സമയത്ത് വസ്ത്രത്തോടുകൂടി, പട്ടുസാരിയോടുകൂടി, ആഭരണങ്ങളോടുകൂടിയൊക്കെ അവനവന്റെ ശക്തിക്കൊത്ത് ചെയ്യാറുണ്ട്. ചിലരത് കൂടാതെ അത് ചെയ്യുന്നതിന് പകരം അത് സമർപ്പിക്കാറുണ്ട്, അത്രേ ഉള്ളൂ, കത്തിക്കാറില്ല. ഇപ്പൊ എന്തായാലും ചണ്ഡിയാഹോമം എന്ന് പറയുന്നത് ഈ 700 മന്ത്രങ്ങളെ ആഹൂതിയായിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ശക്തിക്കൊത്ത് നമുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ആഹൂതിക്ക് നമ്മൾ ആവാഹിക്കുന്ന ഭഗവതി സാക്ഷാൽ ശ്രീ മഹാരാജ്ഞിയാണ്. നമ്മൾ എന്ത് കൊടുത്താലും അതൊന്നും അവിടെ ഭഗവതി അല്ലാത്ത ഒന്നുമില്ല. ഈ 700 മന്ത്രങ്ങളെ ആഹൂതിയായിട്ട് കൊടുക്കുകയും അതിനുശേഷം ഈ വസ്ത്രതാമ്പൂല സഹിതമുള്ള പൂർണ്ണാഹൂതിയും കൂടെ കഴിയുമ്പോൾ ചണ്ഡിയാഹോമം പൂർണ്ണമാവും. ചണ്ഡിയാഹോമം ഹോമങ്ങളിലെ ഏറ്റവും വിശദമായിട്ടുള്ള പദ്ധതിയാണ്. ആഗമത്തിലും താന്ത്രികത്തിലും ഒരുപോലെയുള്ള ഹോമമാണ്. കേരളദേശത്ത് പൊതുവെ അങ്ങനെ ഈ പദ്ധതി കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നമുക്ക് അതിന് വേറെ പദ്ധതികളുണ്ടായിരുന്നു. ദുർഗാസപ്തതി നമ്മൾ പാരായണത്തിനും നമസ്കാരത്തിനും വേണ്ടിയായിരുന്നു ഇവിടെ ഉപയോഗിച്ചുകൊണ്ട്, ഭഗവത് സേവയ്ക്കായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ചണ്ഡിയാഹോമം എന്നുള്ള പദ്ധതി നമ്മൾ അങ്ങനെ വിപുലമായിട്ട് രഹസ്യമായി വ്യക്തിപരമായ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നു എന്നല്ലാതെ സമൂഹ പദ്ധതിയായിട്ട് ചണ്ഡിയാഹോമം ഇവിടെ അതങ്ങനെ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് വെളിയിലേക്ക് ഉണ്ടായിരുന്നു. അതായത് ശരിക്കും നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രചരിച്ചിരിക്കുന്ന കർണാടകയുടെ ഭാഗങ്ങളൊക്കെ തന്നെയും കേരളത്തിന്റെ ഭാഗമായിട്ടാണ് പണ്ട്. അതെ 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 രാജേഷ്, അതുപോലെ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ മൂകാംബികയിൽ ഏറ്റവും കൂടുതൽ വളരെ പ്രസിദ്ധം ഈ പറയുന്ന ചണ്ഡികാ ഹോമമാണല്ലോ. അപ്പോൾ ചണ്ഡികാ ഹോമത്തിൽ മെയിൻ ആയിട്ടുള്ള പൂജാരിമാരിരുന്ന് ചെയ്യാൻ വേണ്ടിയാണ് പല ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ പുതുതായിട്ട് വന്ന പൂജാരിമാർ ചെയ്യുന്ന സമയങ്ങളിലുണ്ടാകുന്ന കോംപ്രമൈസ് ബാക്കിയുള്ള പൂജയെ പോലെ ഇതിൽ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? അതായത് ഇപ്പോൾ സാധാരണ ഒരു ഗണപതി ഹോമം ചെയ്യുന്നത് ആ ചെയ്യുന്ന പൂജാരിയുടെ ദിവ്യത്വവും അദ്ദേഹത്തിൻ്റെ കഴിവും പോലെയാണ് അതിൻ്റെ ഫലം കിട്ടുക, അല്ലേ? അപ്പോൾ ചില ആൾക്കാർ ആദ്യം ചെയ്യുന്ന അവരുടെ വേറെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, എന്നിട്ടായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആർക്കാണോ ചെയ്യാൻ പറഞ്ഞത് അവർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചണ്ഡിക ഹോമം ചെയ്യുന്ന സമയത്ത് ഒരു സാരി നിവേദിക്കുന്ന അല്ലെങ്കിൽ സാരി ഹോമിക്കുന്ന സമയങ്ങളിൽ പൂർണ്ണമായിട്ടും ഇവിടെ കോംപ്രമൈസ് സംഭവിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഒന്നുമില്ല, നമ്മൾ അങ്ങനെയാണെങ്കിൽ ധനികനായിട്ടുള്ളവന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ വെറും സാധുവായിട്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒരു ഹോമം
ഒരു ഹോമത്തിൻ്റെയും ഫലം അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അളവ് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ഫലം കൂടും, അങ്ങനെയല്ല. ചെയ്യുന്ന ആളുടെ തപസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാ. തപസ് ഇല്ലാത്ത ആള് എന്തെടുത്ത് കത്തിച്ചാലും അത് തീകായലേ ആവുള്ളൂ. ശരിയാ. അതായത് ഞാനൊരു ഗണപതി ഹോമം കഴിക്കുകയാണ്, ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താ വേണ്ടത്? ആ കുണ്ടത്തിൽ ഗണപതിയുടെ സാന്നിധ്യമാണ്. അതെ. അല്ലാതെ ഞാൻ അതിനകത്ത് എന്തെല്ലാം വാരിയിട്ടാലും പറകണക്കിന് അവലും മലരും കൊട്ടത്തേങ്ങയും കൊണ്ടിട്ടാലും ഇത് കത്തുന്നല്ലാതെ ഇതിൽ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലതുകൊണ്ട്. ആ സാന്നിധ്യത്തെ വരുത്താനായിട്ട് ശേഷിയുള്ള ആരാണോ അയാള് ഭക്തിപൂർവം കൊടുക്കുന്ന ഒരു ആഹൂതി പോലും അവിടെ ഈ ആയിരക്കണക്കിനായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന ആഹൂതിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്നത് ആരാണെന്നാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതായത് ഈ തത്വത്തെ അറിഞ്ഞ ഒരാൾ ഹോമിക്കുകയാണെങ്കിൽ ഫലമുണ്ടാവും. ഓക്കെ, സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ല രീതിയിലുള്ള ഈ പറയുന്ന കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള പൂജാ കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ. ഈ പറഞ്ഞ നവഗ്രഹ സങ്കല്പങ്ങളിൽ ആ ദേവതമാർക്കുണ്ടാകുന്ന ചമതകൾ പൂർണ്ണമായിട്ടും കിട്ടാൻ ഭാഗ്യമുണ്ടാവട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.